ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൺ. ഇത് കണ്ടോ, ഇത് പച്ച മഞ്ഞളാണ്. നമ്മളിന്ന് പച്ച മഞ്ഞൾ കൊണ്ട് ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പച്ച മഞ്ഞൾ കൊണ്ടൊരു അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഗുജറാത്തി സ്പെഷ്യൽ അച്ചാറാണ്. ഗുജറാത്തീസ് പച്ച മഞ്ഞൾ കൊണ്ട് അച്ചാർ ഉണ്ടാക്കും നല്ലതുപോലെ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ പച്ച മഞ്ഞൾ കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 250 ഗ്രാം മഞ്ഞളുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാം ആദ്യം. അപ്പോൾ ഞാനിത് തോലൊക്കെ കളയാൻ നേരം ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ്, കയ്യിലിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മളിതിന് ചിരണ്ടി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ മഞ്ഞ കളറാവും. അപ്പോൾ അത് പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗ്ലൗസ് ഒന്നും ഇടാതെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാവേ. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞളൊക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി തുടച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 സ്പൂണ് പെരുംജീരകം. ഇത് നമ്മൾ 250 ഗ്രാം മഞ്ഞളിൻ്റെ അച്ചാർ തയ്യാറാക്കാനുള്ള അളവാണ്. 1/2 സ്പൂണ് ചെറിയ ജീരകം, ഒരു 10-15 കുരുമുളക്, 1 സ്പൂണ് കടുക്, 1/2 സ്പൂണ് കടുക് തോല് കളഞ്ഞത്, കടുക് പരിപ്പ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ ഒഴിക്കണ്ട. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് കൊണ്ടുവരാനുള്ളതാണ്. ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. കുറച്ച് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ഇനി ഇതേ ചീനിച്ചട്ടിയിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് സെപ്പറേറ്റ് വേണം റോസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ പൊടിക്കില്ല. ഇത് ഉലുവ നമ്മൾ മുഴുവത്തെയാണ് ഇതിലിടുന്നത് അച്ചാറിൽ. ഇത് ഉലുവ പൊടിച്ച് ചേർത്താൽ പിന്നെ അച്ചാറിന് ഭയങ്കര കയ്പ്പ് കൂടും. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് അച്ചാറിലേക്ക് ഇടാം. ഉലുവ റോസ്റ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചീനിച്ചട്ടിയിലേക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇത് ഗുജറാത്തീസൊക്കെ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കടുകെണ്ണയിലാണ്. നമുക്കൊന്നും കടുകെണ്ണയുടെ മണമൊന്നും അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഞാനെന്തായാലും നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി. ഇതിലേക്കൊരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 15 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ മഞ്ഞൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മഞ്ഞളൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മസാലയ്ക്കുള്ളത് പൊടിച്ചുകൊണ്ട് വരാം. ഇതിപ്പം തണുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. മസാല പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മഞ്ഞൾ അടുപ്പത്തിട്ടിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പിന്നെ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എരിവുണ്ട്. അപ്പം എരിവുള്ള മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോൾ അച്ചാറിനൊരു നല്ല കളറൊക്കെ കിട്ടുമല്ലോ.
പൊടികളൊക്കെ ചേർക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമാങ്ങ ഉണക്കി പൊടിച്ചതാണ്. അച്ചാറിന് ഒരു പുളിപ്പ് രസമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉലുവയില്ലേ, 1/2 സ്പൂണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിക്കേ. അപ്പോൾ ഇതാ നോക്കിക്കാൻ നമ്മളുടെ അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾ കൊണ്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് മഞ്ഞൾ കൊണ്ടുള്ള അച്ചാറാണെന്ന് നമുക്ക് കഴിച്ചാൽ മനസ്സിലാവുകയില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മഞ്ഞളൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതല്ലേ. മഞ്ഞൾ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. പിന്നെ വെയിറ്റ് ലോസിനൊക്കെ മഞ്ഞൾ സഹായിക്കും. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ മഞ്ഞൾ സഹായിക്കും. പിന്നെ ഡൈജഷന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നല്ലതാണ്. സ്കിന്നിന് വേണ്ടിയിട്ടും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. പിന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അമിതമായിട്ട് കഴിക്കാനും പാടില്ല. ഒരു ദിവസം ഒരാൾക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കഴിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈ അച്ചാർ നമുക്ക് ഒരു ദിവസം 1/2 സ്പൂൺ വെച്ച് കഴിക്കാം. അമിതമായിട്ട് കഴിക്കാനും പാടില്ല. അപ്പം മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.